നമസ്കാരം. സാധാരണ നമ്മളുടെ വീടുകളിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും അവർ നന്നാവണം, അവർ കുരുത്തക്കേടൊന്നും ചെയ്യാൻ പാടില്ല എന്ന രീതിയിലാണ്. പക്ഷെ അതൊരു നല്ല കാര്യമാണ്, അവർ നല്ല രീതിയിൽ വളരണം എന്നുള്ളതാണ് വസ്തുത. പക്ഷെ എന്നാൽ ചില ആളുകൾ ഈ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ അടിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, എന്നുവെച്ചാൽ പരിസരത്ത് സമീപവാസികളായ അയൽക്കാരായ ആളുകൾക്ക് ബോധ്യപ്പെട്ടാൽ അത് അവരുടെ കുഞ്ഞല്ലേ, അത് അവരുടെ വീട്ടിലെ പ്രശ്നമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനെ കണ്ടില്ല എന്ന് അടിച്ചു പോകുന്നത് ഒരു ക്രൂരതയാണ്. അത്തരം കാര്യങ്ങളിൽ സമാജത്തിന്, സമൂഹത്തിന്, ബന്ധുക്കൾക്ക്, കൂട്ടുകാർക്ക്, നാട്ടുകാർക്ക് ഇടപെടാനുള്ള റൈറ്റുണ്ട്. ബാലാവകാശം എന്ന് പറയുന്ന ഒരു ബാലാവകാശ സംഹിതയുണ്ട് ഇവിടെ. അപ്പം നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ അസ്വാഭാവികമായിട്ട് മർദ്ദിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇടപെടണം. അല്ലെങ്കിൽ നമ്മളൊരു സമൂഹ ജീവിയല്ല, മനുഷ്യത്വമുള്ളവരല്ല, സാമൂഹ്യബോധമുള്ളവരല്ല. നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു അധപ്പതിച്ച സമൂഹമായിട്ട്, സ്വന്തം കാര്യം സിന്താവ എന്ന് പറഞ്ഞ് നടന്ന് ജീവിക്കുന്ന ഒരു അധപ്പതിച്ച സമൂഹമായി മാറാതിരിക്കാൻ നമുക്ക് സാധ്യമാവണം. എല്ലാവരും വലിയ പ്രഗത്ഭന്മാരോ അല്ലെങ്കിൽ എല്ലാവരും വലിയ ജ്ഞാനികളോ ആവണമെന്നില്ല ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ മനുഷ്യത്വം മാത്രം മതി. അപ്പം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പീഡനം ഉണ്ടാകുകയാണെങ്കിൽ, അവരിനി എത്ര വലിയ കരുത്തരാണെങ്കിൽ പോലും നമുക്ക് രഹസ്യമായി അറിയിക്കാൻ പറ്റുന്ന ചില സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ പോലും ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇതുപോലൊരു വിഷയം ഉണ്ടാവാൻ പാടില്ല. ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ട് സഹാനുഭൂതി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ കൊന്നവനെ അടിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. മരിക്കാതിരിക്കാൻ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സമൂഹത്തിൽ നടക്കാതിരിക്കാൻ നോക്കേണ്ടതിന് ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ടത് അയൽക്കാരാണ്. അങ്ങനെയുള്ള അയൽക്കാരായി നമുക്ക് മാറാൻ സാധ്യതമാവണം.